എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഹാവ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മുടെ പൊസഷൻ അല്ലെങ്കിൽ ഉടമസ്ഥതയെക്കുറിച്ച് പറയാൻ നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് ഒരു കാർ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറുണ്ട്. ഇതേപോലെ എനിക്കൊരു വീടുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് എ ഹൗസ്. ഐ ഹാവ് എ ഹൗസ്. ഇനി എനിക്ക് 2 സഹോദരങ്ങളുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഹാവ് 2 സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ. സോ എനിക്ക് 2 സഹോദരങ്ങളുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് 2 സിബ്ലിങ്സ്. സോ നമ്മുടെ പൊസഷനെ കുറിച്ച് പറയാൻ നമ്മൾ ഐ ഹാവ് കഴിഞ്ഞിട്ട് എന്താണോ അത് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇല്ല എന്ന് പറയണമെങ്കിലോ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എന്ന് പറഞ്ഞല്ലേ. ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡു നോട്ട് ഹാവ്. ഡു നോട്ടിനെ ഷോർട്ടാക്കി ഐ ഡോണ്ട് ഹാവ് എന്ന് പറയാം. സോ എനിക്കൊരു കാർ ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു വീടില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ ഹൗസ്. സോ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ്, ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ്. ഇനി ഇവിടെ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഐ ആം ഹാവിങ് എ കാർ അല്ലെങ്കിൽ ഐ ആം ഹാവിങ് എ ഹൗസ് എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയരുത്, അത് തെറ്റാണ്. ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് വെച്ച് തന്നെ പറയുക. ഐ ഹാവ് എ ഹൗസ്, ഐ ഹാവ് എ കാർ. ഇനി നമ്മുടെ ഇൽനെസ്സിനെ കുറിച്ച് പറയുമ്പം, അതായത് എനിക്ക് പനിയുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ ഫീവർ എന്നാണ് പറയുന്നത്. ഐ ഹാവ് എ ഫീവർ. ഫീവർ എന്ന് പറഞ്ഞാൽ പനി. അതേപോലെ എനിക്ക് തൊണ്ടവേദനയുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ സോർ ത്രോട്ട് എന്നാണ് പറയുന്നത്. ഐ ഹാവ് എ സോർ ത്രോട്ട്. സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന. സോ നമ്മുടെ അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഐ ഹാവ് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത യൂസ് എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുക എന്ന് പറയത്തില്ലേ, ഹാവ് എ ബാത്ത്. ഹാവ് എ ബാത്ത്. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. ഐ ആം ഗോയിങ് ടു ഹാവ് എ ബാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോവുകയാണ് എന്നാണ് മീനിങ്. ഇനി ഹാവിൻ്റെ അടുത്ത യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഇവൻ്റ് നടക്കുവാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇടവേളയുണ്ട് എന്ന് പറയാൻ ഹാവ് എ ബ്രേക്ക് എന്ന് പറയും. ഹാവ് എ ബ്രേക്ക്. അപ്പോൾ നമുക്ക് 10 മണിക്ക് ഒരു ഇടവേളയുണ്ട് എന്നെങ്ങനെ പറയും? വി ഹാവ് എ ബ്രേക്ക് അറ്റ് 10 AM. വി ഹാവ് എ ബ്രേക്ക് അറ്റ് 10 AM എന്ന് പറഞ്ഞാൽ നമുക്ക് 10 മണിക്ക് ഒരു ഇടവേളയുണ്ട് എന്നാണ് മീനിങ്. ഇനി നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ജന്മദിനമാണ്, അപ്പം അത് ആഘോഷിക്കാൻ വേണ്ടി നമുക്കൊരു പാർട്ടി നടത്താം എന്ന് പറയത്തില്ലേ, അവിടെ ഹാവ് എ പാർട്ടി എന്നാണ് പറയുന്നത്. അപ്പം ലെറ്റ്സ് ഹാവ് എ പാർട്ടി ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ നമുക്കൊരു പാർട്ടി നടത്താം എന്നാണ് മീനിങ്. ലെറ്റ്സ് ഹാവ് എ പാർട്ടി ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. സോ നിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒരു പാർട്ടി നടത്താം എന്ന് പറയാനാണ് ലെറ്റ്സ് ഹാവ് എ പാർട്ടി ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ. ഇനി നിങ്ങൾ ദുബായിക്ക് ഒരു ടൂർ പോയി, അപ്പം തിരിച്ചു വന്നു കഴിയുമ്പം അവിടെ നല്ല സമയമായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡിഡ് യു ഹാവ് എ നൈസ് ടൈം ഇൻ ദുബായ്? ഡിഡ് യു ഹാവ് എ നൈസ് ടൈം ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിൽ നല്ല സമയമായിരുന്നോ, അതായത് നിങ്ങൾ എൻജോയ് ചെയ്തോ എന്നാണ് മീനിങ്. ഡിഡ് യു ഹാവ് എ നൈസ് ടൈം ഇൻ ദുബായ്. ഇനി നമുക്കറിയാം കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പം ഞാനിപ്പോൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് റൈറ്റ് നൗ. ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് റൈറ്റ് നൗ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം, റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. സോ ഞാൻ ഇപ്പോൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് റൈറ്റ് നൗ. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ടെന്നല്ലേ. ഐ, യു, വി, ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ കൂട്ടത്തിൽ ഹാവ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ആ കഥ മുമ്പ് കേട്ടിട്ടുണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് ഹേർഡ് ദാറ്റ് സ്റ്റോറി ബിഫോർ. ഐ ഹാവ് ഹേർഡ് ദാറ്റ് സ്റ്റോറി ബിഫോർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കഥ മുമ്പ് കേട്ടിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യുക, നമ്മൾ ഹാവ് യൂസ് ചെയ്യുമ്പം എപ്പോഴും V3 ഫോമാണ്
യൂസ് ചെയ്യേണ്ടത്. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഹിയറിൻ്റെ V3 ഫോമാണ് ഹേർഡ്. സോ ഐ ഹാവ് ഹേർഡ് ദാറ്റ് സ്റ്റോറി ബിഫോർ. ഞാൻ ആ കഥ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി ഹാവിൻ്റെ അടുത്ത യൂസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആരോടെങ്കിലും നിനക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവിടെയും നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ദിനം ആശംസിക്കുന്നു എന്നാണ് മീനിങ്. ഇനി ഒരു ദിവസത്തെക്കുറിച്ച് പറയാനും നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾക്കിന്ന് അത്രയ്ക്കും പ്രയാസമുള്ള ഒരു ദിവസമായിരുന്നെങ്കിൽ ഐ ഹാഡ് സച്ച് എ ടഫ് ഡേ എന്ന് പറയാം. ഐ ഹാഡ് സച്ച് എ ടഫ് ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പ്രയാസമുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ് മീനിങ്. ഇവിടെ എന്തുകൊണ്ടാണ് ഹാഡ് വന്നത്? കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡാണ് യൂസ് ചെയ്തത്. ഐ ഹാഡ് സച്ച് എ ടഫ് ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പ്രയാസമുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്ത യൂസ് എന്ന് പറയുന്നത്, നമ്മളൊരു സംഭാഷണം നടത്തുക എന്ന് പറയത്തില്ലേ, ഹാവ് എ ചാറ്റ്. ഹാവ് എ ചാറ്റ് എന്ന് പറഞ്ഞാൽ സംഭാഷണം നടത്തുക എന്നാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എനിക്ക് അവളുമായിട്ടൊരു സംഭാഷണം നടത്തണം എന്ന് പറയണമെങ്കിൽ ഐ നീഡ് ടു ഹാവ് എ ചാറ്റ് വിത്ത് ഹെർ എന്ന് പറയാം. ഐ നീഡ് ടു ഹാവ് എ ചാറ്റ് വിത്ത് ഹെർ. എനിക്ക് അവളുമായിട്ടൊരു സംഭാഷണം നടത്തണം എന്നാണ് മീനിങ്. ഐ നീഡ് ടു ഹാവ് എ ചാറ്റ് വിത്ത് ഹെർ. ഇനി അടുത്തതെന്ന് പറയുന്നത്, തർക്കമുണ്ടായി എന്ന് നമ്മൾ പറയത്തില്ലേ, അവിടെയും നമ്മൾ ഹാഡ് ആൻ ആർഗ്യുമെൻ്റ് എന്നാണ് പറയുന്നത്. തർക്കമുണ്ടായി. അപ്പം കുട്ടികൾ എന്ത് ഗെയിമാണ് കളിക്കേണ്ടതിനെ ചൊല്ലി തർക്കമുണ്ടായി എന്നെങ്ങനെ പറയും? ദ ചിൽഡ്രൻ ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ് അബൌട്ട് വാട്ട് ഗെയിം ടു പ്ലേ. ദ ചിൽഡ്രൻ ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ് അബൌട്ട് വാട്ട് ഗെയിം ടു പ്ലേ. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഇവിടെ തർക്കമുണ്ടായി എന്ന് പറയാൻ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡ് യൂസ് ചെയ്തു. ഹാഡ് ആൻ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ തർക്കം. അപ്പം തർക്കമുണ്ടായി എന്ന് പറയാനാണ് ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ്. അബൌട്ട് വാട്ട് ഗെയിം ടു പ്ലേ, അതായത് ഏത് ഗെയിമാണ് കളിക്കേണ്ടത് എന്നതിനെ ചൊല്ലി എന്നാണ് മീനിങ്. സോ കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കേണ്ടതിനെ ചൊല്ലി തർക്കമുണ്ടായി എന്ന് പറയാൻ ദ ചിൽഡ്രൻ ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ് അബൌട്ട് വാട്ട് ഗെയിം ടു പ്ലേ. ഇനി ഉറക്കത്തെക്കുറിച്ച് പറയാനും നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നീ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് എന്ന് ചോദിക്കാം. ഡിഡ് യു ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് സ്ലീപ്പാന്ന് പറയാം. അപ്പം നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഹാവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് എന്ന് ചോദിക്കാം. ഇനി നമ്മൾ വിശ്രമിക്കുക എന്ന് പറയാനും ഹാവ് എ റെസ്റ്റ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് നിനക്ക് വിശ്രമമില്ല? അതെങ്ങനെ ചോദിക്കും? വൈ ഡോണ്ട് യു ഹാവ് എ റെസ്റ്റ്. വൈ ഡോണ്ട് യു ഹാവ് എ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിനക്ക് വിശ്രമമില്ല എന്നാണ്. ഇനി ഞാൻ ഉച്ചയ്ക്ക് വിശ്രമിച്ചു എന്ന് പറയണമെങ്കിലോ, ഐ ഹാഡ് എ റെസ്റ്റ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഐ ഹാഡ് എ റെസ്റ്റ് ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് വിശ്രമിച്ചു എന്നാണ് മീനിങ്. ഇവിടെ വിശ്രമിച്ചു എന്ന് പറയാൻ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡ് യൂസ് ചെയ്തു. ഇനി അപകടത്തെക്കുറിച്ച് പറയാനും നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ഉദാഹരണം പറയുവാണെങ്കിൽ, അവർക്കൊരു കാർ അപകടം ഉണ്ടായി, പക്ഷേ ഭാഗ്യവശാൽ ആർക്കും പരിക്കൊന്നും പറ്റിയില്ല എന്ന് പറയണം. They had a car accident but fortunately no one was injured. They had a car accident എന്ന് പറഞ്ഞാൽ അവർക്കൊരു കാർ അപകടം ഉണ്ടായി എന്നാണ്. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡാണ് യൂസ് ചെയ്തത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ നോ വൺ വാസ് ഇഞ്ചുവേർഡ് ആർക്കും പരിക്കുകൾ പറ്റിയില്ല എന്നാണ് മീനിങ്. They had a car accident but fortunately no one was injured. ഇനി യാത്രകളെക്കുറിച്ച് പറയാനും നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും യാത്ര പോവുകയാണെന്ന് പറയുമ്പം ഹാവ് എ സേഫ് ജേർണി എന്ന് പറയത്തില്ലേ, അതായത് സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര ആയിരിക്കട്ടെ, ഹാവ് എ സേഫ് ജേർണി. അല്ലെങ്കിൽ ആരെങ്കിലും യാത്ര കഴിഞ്ഞ് വരുമ്പം നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു യാത്ര ആയിരുന്നോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, ഡിഡ് യു ഹാവ് എ പ്ലസൻറ്റ് ജേർണി. ഡിഡ് യു ഹാവ് എ പ്ലസൻറ്റ് ജേർണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നോ എന്നാണ് മീനിങ്. ഇനി നിനക്ക് എന്തെങ്കിലും ആശയമുണ്ടോ അല്ലെങ്കിൽ ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ, അവിടെയും നമ്മൾ ഹാവ് ആൻ ഐഡിയ എന്നാണ് പറയുന്നത്. ഡു യു ഹാവ് ആൻ ഐഡിയ, അതായത് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാണ് മീനിങ്.
അടുത്ത ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് പറയണം. അതായത് ഞാൻ ഇന്നലെ എൻ്റെ തലമുടി വെട്ടിച്ചു. അതെങ്ങനെ പറയും? ഐ ഹാഡ് മൈ ഹെയർ കട്ട് യെസ്റ്റർഡേ. ഐ ഹാഡ് മൈ ഹെയർ കട്ട് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എൻ്റെ തലമുടി വെട്ടിച്ചു എന്നാണ് മീനിങ്. ഇനി എന്തെങ്കിലും ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനും നമ്മൾ ഹാവ് യൂസ് ചെയ്യും. അതായത് ഹാവ് ടു പ്ലസ് വേർബ് പറയണം. ഉദാഹരണത്തിന് എനിക്ക് നാളെ സ്കൂളിൽ പോകണം. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ ടുമോറോ. ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ ടുമോറോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ സ്കൂളിൽ പോകണം. അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ യു ഹാവ് ടു ഡു സംതിങ്. നീ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും നിർബന്ധമുള്ള കാര്യം പറയാനും നമുക്ക് ഹാവ് ടു പ്ലസ് വേർബ് യൂസ് ചെയ്യാം. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.